അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നൂറുകണക്കിന് സന്യാസികളുടെ നേതൃത്വത്തിൽ ഇന്ന് കലശ ചടങ്ങുകൾ നടക്കും. പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ശ്രീരാമ വിഗ്രഹത്തിന്റെ ശയ്യാ ദിവസവും ഇന്നാണ്. പ്രധാനമന്ത്രി ഇന്ന് അയോധ്യയിൽ എത്തും. വിവരങ്ങളുമായി അയോധ്യയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. ആർ കെ, അയോധ്യ പ്രാണപ്രതിഷ്ഠ നാളെയാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് എന്തൊക്കെ പ്രധാന പൂജകളാണ് നടക്കുന്നത്? ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് തരത്തിലാണ്? ഗോപിക, ഇനി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നാളെയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് ഏറ്റവും അവസാനമായിട്ടുള്ള ചടങ്ങുകളാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ഗോപിക സൂചിപ്പിച്ചതുപോലെ നടക്കുന്ന കലശ ചടങ്ങുകളാണ്. 125 കലശങ്ങൾ കൊണ്ടാണ് ഇന്ന് രാമവിഗ്രഹത്തിന്റെ സ്നാന ചടങ്ങുകൾ നടക്കുക. ഈ കലശ ചടങ്ങുകളിൽ നൂറുകണക്കിന് സന്യാസി വര്യന്മാർ പങ്കെടുക്കും. അവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ ചടങ്ങുകൾ നടക്കുന്നത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ഈ കലശം കഴിഞ്ഞാൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ശ്രീരാമ വിഗ്രഹത്തിന്റെ ശയ്യ ദിവസവും ഇന്നായിരിക്കും. ശ്രീരാമന് ഈ ചടങ്ങുകൾക്കെല്ലാം ശേഷം വിശ്രമിക്കാനായി, പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് വിശ്രമിക്കാനായി അവസരം നൽകുക എന്നുള്ളതാണ് ഈ ശയ്യ ദിവസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ ശയ്യാ ദിവസവും ഇന്നാണ് പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ട് ഉള്ളത്. നാളെ രാവിലെ 11:30 മുതൽ 12:30 വരെയാണ് ഏതാണ്ട് 1 മണിക്കൂറോളം പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നീളുക. അതിഥികൾ അടക്കമുള്ളവരോട് രാവിലെ 10:30-ക്ക് ശേഷം 11 മണിക്ക് മുൻപായി തന്നെ എത്തിച്ചേരണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. 12:30-നായിരിക്കും പ്രധാനമന്ത്രി എത്തുക. പ്രധാനമന്ത്രി ഈ ചടങ്ങുകൾക്ക് മുന്നോടിയായിട്ട് ഈ അതിഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നാണ് ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. അയോധ്യയുടെ ഈ പ്രതിദിന പൂജാ ചടങ്ങുകൾക്കും നാളെ തന്നെ തുടക്കമാകും. ഈ പ്രതിദിന പൂജാ ചടങ്ങുകൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. 3 ആരതികൾ അഥവാ ദീപാരാധന ആയിരിക്കും ഓരോ ദിവസവും ഉണ്ടാവുക. രാവിലെ 6:30 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും സന്ധ്യയ്ക്ക് 7:30 മണിക്കും ആയിരിക്കും ഈ ആരതികൾ നടക്കുക. രാവിലെയുള്ള ഈ ആരതിക്ക് ഉള്ള പേര് ജാഗരൺ ആരതി എന്നുള്ളതാണ്, അഥവാ ശൃംഗാർ ആരതി എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 12 മണിക്കുള്ള ആരതിയുടെ പേര് ഭോഗ് ആരതി എന്നാണ്. രാത്രി 7:30-ക്ക് സന്ധ്യ ആരതി കഴിയുന്നതോടുകൂടി ക്ഷേത്രത്തിലെ അന്നത്തെ ദർശനം അവസാനിക്കും. ഒരു ദിവസം ഏതാണ്ട് 1,00,000-ലധികം ആളുകൾക്ക് സന്ദർശന സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. കാരണം ഇപ്പോൾ തന്നെ 22-ാം തീയതി ഈ ചടങ്ങ് കഴിയുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും ആളുകൾ എത്തി തങ്ങി നിൽക്കുകയാണ്. കനത്ത തണുപ്പൊക്കെ അവഗണിച്ചാണ് ഇവർ നിൽക്കുന്നത്. ആദ്യ സമയങ്ങളിൽ തന്നെ ഈ ദർശനം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ എത്തുന്നത്. അനിയന്ത്രിതമായിട്ടുള്ള ജനസഞ്ചയം ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം 1,00,000 ആളുകൾക്ക് എങ്കിലും ദർശനം അനുവദിക്കുന്ന വിധത്തിലാകണം ഈ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ അധികൃതർ ശ്രമിക്കുന്നത്. കനത്ത സുരക്ഷാ സംവിധാനം അയോധ്യയിൽ ഇതിനകം നിലവിൽ വന്നു കഴിഞ്ഞു. ഇന്ന് പാസ് ഇല്ലാത്ത ആളുകൾക്ക് ഈ മേഖലകളിലേക്ക് കടത്തിവിടാൻ സാധിക്കില്ല എന്നൊരു നിലപാടിലാണ് പോലീസ് ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ വലിയ രീതിയിൽ ജനങ്ങൾ ഈ മേഖലയിലേക്ക് വരുന്നത് പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വെല്ലുവിളിയാണ്. ഏതായാലും ഇന്ന് കർശനമായി നിയന്ത്രിക്കും എന്ന തീരുമാനം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നാളെയാണ്. ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. ഒപ്പം തന്നെ ദീപാരാധനാ ചടങ്ങുകളുടെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ അയോധ്യയിൽ നിന്ന് നൽകിയത്.